വെള്ളാപ്പള്ളി നടേശന്റെ യുഗം അവസാനിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത്. സത്യമാണോ നുണയാണോ എന്നറിയത്തില്ല. വെള്ളാപ്പള്ളി നടേശനെ പിടിച്ച് പുറത്താക്കണം എന്നുള്ള വിധി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ഗോകുലണ്ണനും ടീമും. അപ്പുറത്തും നല്ല പൈസക്കാരാണ്, ഇപ്പുറത്തും നല്ല പൈസക്കാരാണ്, ഇവർ തമ്മിൽ നല്ല കോമ്പറ്റീഷനാണ്. ഇടയ്ക്ക് നിൽക്കുന്ന മനുഷ്യർ എന്തരാകുമോ എന്ത്. ആക്ച്വലി ഈ പറയുന്ന ഈ നമ്മുടെ ഈ SNDPയെ നശകൊശയാക്കി നശിപ്പിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന ഇങ്ങേരാണ്. ഇത്രയും വർഷം അതിനകത്ത് കയറി അള്ളു പിടിച്ചാണൊക്കെ ഇരിക്കുന്ന ഇങ്ങേരെ ഇറക്കാൻ കോടതി വിധി കൊണ്ടേ സാധിക്കുകയുള്ളൂ. പക്ഷെ ആള് ക്ലവറാണ്, വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഒരു വിധിയാണ്. ഇനി ഡിവിഷൻ ബെഞ്ചിലേക്ക് ഇങ്ങേർക്ക് അപ്പീൽ കൊടുക്കാം. ഈ ഡിവിഷൻ ബെഞ്ചിൽ എന്തെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് സുപ്രീം കോടതിയിലേക്ക് കൊടുക്കാം. ഇതിന് തന്നെ എത്രയും കാലതാമസം എടുത്ത സ്ഥിതിക്ക് അതിനൊക്കെ എത്ര കാലതാമസം വരും എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇങ്ങേരെ മാത്രമല്ല കൂടത്തോടെ പിടിച്ചങ്ങ് പുറത്താക്കിയിട്ടുണ്ട് ശല്യങ്ങളെ. കാരണം ഇങ്ങേരല്ല അതിനകത്ത് ഇരിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദി. ഇങ്ങേരെ അവിടത്തേക്ക് ഇരുത്താനുള്ള ആ സജഷൻ ചെയ്യാനുള്ള മെമ്പേഴ്സിനെയും കൂടെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. വാർത്ത കേൾക്കാം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹൈക്കോടതി അയോഗ്യനാക്കിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെ. എല്ലാ ബോർഡ് മെമ്പർമാരെയും കോടതി അയോഗ്യരാക്കിയിരിക്കുകയാണ്. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട, അതായത് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ അതിന്റെ അംഗങ്ങൾക്കോ തുടരാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവിധ കേസുകൾ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി വന്നിട്ടുള്ളത്. ഹർജിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നേയുള്ളൂ. എന്തായാലും ഹൈക്കോടതി രാവിലെ കേസ് പരിഗണിക്കുകയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശൻ, ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും ബോർഡ് അംഗങ്ങളെയും അദ്ദേഹത്തിന്റെ ഭരണസമിതിയിലുള്ള മറ്റ് ബോർഡ് അംഗങ്ങളെയും ഹൈക്കോടതി ഇപ്പോൾ അയോഗ്യരാക്കിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ, അതുപോലെ MK സാനു മാസ്റ്റർ, അന്തരിച്ച MK സാനു മാസ്റ്റർ അടക്കമുള്ളവരാണ് ഹൈക്കോടതിയിൽ ഈ ഹർജിയുമായി പോയത്. അതായത് ഓഡിറ്റ് അപ്പൊ വിദ്യാസാഗറിനൊന്നും പറയാത്ത വിദ്യാസാഗർ ഗോകുലണ്ണനും ഉണ്ടല്ലോ, മറന്നു ഏതായിരിക്കും. കൊണ്ട് ഒന്നും തന്നെ ഹാജരാക്കുന്നില്ല. കണക്കുകളിൽ കൃത്യതയില്ല. ഇത്തരത്തിൽ ഈ SNDP യോഗവുമായി ബന്ധപ്പെട്ട അവരുടെ വരവ് ചെലവ് കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജി. അതുപോലെ ഈ സാമ്പത്തിക തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ഇതെല്ലാം തന്നെ ഹർജി പരിഗണിച്ചു. അതിനുശേഷമാണ്, ഹർജി വിശദമായി പരിശോധിച്ച ശേഷമാണ് കണക്കുകളൊന്നും തന്നെ കൃത്യമായി സൂക്ഷിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ആ ബോർഡിലെ അംഗങ്ങളെയും പൂർണ്ണമായും ഹൈക്കോടതി ഇപ്പോൾ അയോഗ്യനാക്കിയിട്ടുള്ളത്. ഈ ഹർജിക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രധാന ആവശ്യം തന്നെ ഇത് വെള്ളാപ്പള്ളിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും ചേർന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഒരു കുടുംബ സ്വത്താക്കി മാറ്റി. കൃത്യമായി യോഗം ചേരുന്നില്ല, കണക്കുകൾ ഹാജരാക്കുന്നില്ല, ബോർഡിന്റെ മറ്റ് കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ യോഗം ഫണ്ട് പലതരത്തിൽ ഇവര് വകമാറ്റുന്ന ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മതി ഇതിൽ കൂടുതലൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ആകെ മൊത്തത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഉഫി. പക്ഷേ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ പുള്ളിക്കാരൻ ഇതിപ്പം സിംഗിൾ ബെഞ്ച് ഇതാണല്ലോ, പിന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് കൊടുക്കാൻ ചാൻസസ് അല്ല, പുള്ളി വിട്ടുകൊടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പുറത്തും പൈസക്കാരാണ്, അവരും വിട്ടുകൊടുക്കൂലെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഒരു തീരുമാനമാണ്. കാരണം കാലങ്ങളായി ഇയാൾ അതിനകത്ത് കയറി കുത്തിയിരുന്നിട്ട് ഇയാൾ കാണിക്കുന്ന അറാംപറപ്പ് മുഴുക്ക ബാക്കിയുള്ളവർ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇയാളെ ജനറൽ സെക്രട്ടറി ഭാഗത്ത് നിന്ന് ഇറക്കി വിടേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കാര്യം പറയാം. അതൊരു കുടുംബ ട്രസ്റ്റായി മാറിയിരിക്കുന്നു. അച്ഛനും മോനും അമ്മച്ചി, ആ പെങ്കൊച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവർ 3 പേരുമാണ് അതിൻ്റെ മെയിൻ കൊണാണ്ടേഴ്സ് ആയിട്ട് അവിടെ കയറിയിരിക്കുന്നത്. പോകെ SNDP മാറ്റി ഇങ്ങേരെ പേര് അതിനകത്ത് കുത്തിക്കയറ്റുന്ന ഒരു പ്രത്യേകതരം രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. ആകെ മൊത്തത്തിൽ നന്നായി കൊള്ളയടിച്ച് അതിനകത്ത് കയറിയിരിക്കുന്നു. പത്മഭൂഷണൊക്കെ കൊടുത്ത് ലോകം, അതായത് നമ്മുടെ ഇന്ത്യ ആദരിക്കാൻ തക്കവണ്ണമുള്ള എന്തോ സുനാങ്ങേരി ചെയ്തെന്നാണ് പറയുന്നത്. നാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾക്ക് നേർവിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു കുടുംബം അതിൻ്റെ പൂർണ്ണാധികാരം, സർവാധികാരം ഏറ്റെടുത്തുകൊണ്ട് അവിടെ കയറിയിരിക്കുകയാണ്. ഇത് നരേഷൻ കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ട് BJPക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരോട് നിർബന്ധിച്ചിരിക്കുന്ന ഇവിടുത്തെ 23% അഡ്രസ്സ് ചെയ്യുന്നവരാണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ്. അതൊരു പച്ച നുണയാണ് എന്നുള്ളതാണ് വാസ്തവം. പലർക്കും ഇതിന് ഒപ്പോസിഷനുണ്ട്, പക്ഷെ ആരും ധൈര്യമായിട്ട് പറയത്തില്ല. അതിൻ്റെ കാരണം ഇങ്ങേര് ഇടിക്കും. ഇങ്ങേര് പിന്നെ ഇടിച്ചു കളയും. ആരെങ്കിലും കണക്ക് ചോദിച്ചാൽ ഇങ്ങേര് പിടിച്ചോണ്ട് പോയി നല്ല ഇടി പറ്റിക്കും. അങ്ങനെയുള്ള ഇങ്ങേരെടുത്ത് ആർക്കെങ്കിലും കണക്ക് ചോദിക്കാൻ പറ്റുമോ? ഇങ്ങേരെടുത്ത് മിണ്ടാൻ പറ്റുമോ? അതേപോലെ തന്നെ മീഡിയാസൊക്കെ ഇങ്ങനെ വീട്ടിൽ പോയാണ് ഇതെടുക്കുന്നത്. ആകെ മൊത്തം അഴിമതിയുടെ അങ്ങേ തലയ്ക്കാണ്. പിന്നെ കേസുകൾ ഇഷ്ടം പോലെയുണ്ട്. ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരു വ്യക്തിയെ പത്മഭൂഷൺ കൊടുത്ത് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്ത് ആദരിക്കുന്ന ഒരു ഗതികേടിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അതപ്പതിച്ചു എന്ന് ആലോചിച്ച് നോക്കിക്കാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കളിയാണ്. പുള്ളിയെ ഒന്ന് ആദരിക്കുക, അല്ലെ പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്.
കുറച്ച് ദിവസങ്ങളിലൂടെ കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദനാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കൊടുത്ത കേസിൽ വിധി വരാൻ കുറച്ച് നാളുകൾ ബാക്കി നിൽക്കെ ക്രിമിനലായ ഒരു വ്യക്തിക്കും അദ്ദേഹത്തിനും ഒരേപോലെ ഈ ഒരു അവാർഡ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ തീരുമാനിച്ചത് അത് വേണ്ട എന്നുള്ളത്. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. അവരിനി വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയത്തില്ല. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതിനെതിരെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിണറായി വിജയനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകെട്ട് തന്നെ ശരിയായ ഒരു നടപടി പോലും അല്ല. കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ, അത് സമുദായ നേതാക്കളെ സൂപ്പിച്ച് നിർത്തുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. സമുദായ നേതാക്കന്മാരുണ്ടെങ്കിലേ അവർക്ക് അത്യാവശ്യം രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റൂ. കാരണം ഒരു വിഭാഗം ജനതയെ അഡ്രസ്സ് ചെയ്യുന്ന ഈ സമുദായ നേതാക്കന്മാരാണല്ലോ. അതുകൊണ്ടായിരിക്കാം, അങ്ങനെയായിരിക്കാം അവർ ഇപ്പോൾ കാന്തപുരത്തിനെ പോയി ചൂസ് ചെയ്യുന്നത്. എല്ലാ മുസ്ലിംസും കാന്തപുരം പറഞ്ഞാൽ കേൾക്കും എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. സെയിം തിങ്ങിനാണ് ഇവിടെയും ചിന്തിക്കുന്നത്. സത്യത്തിൽ അട്ടർ ഫേക്കാണ്. ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിച്ചതരം തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളതാണ്. ഇയാൾ ആരെയെങ്കിലും അങ്ങോട്ട് പറഞ്ഞ് ഇവരെ ഒന്ന് നന്നാക്കണമെന്നോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏറ്റവും കുഴിയിലേക്ക് പോകും. രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന ആളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് വോട്ട് തേടി പോയിട്ടുണ്ടെങ്കിൽ അയാൾ 8 നില പൂട്ടും. അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് പേര് ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ചവരാണ്. നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ ഒരുപാട് പേര് ആ ഒരു പദം അലങ്കരിച്ചതാണ്. അതുകൊണ്ട് ഉണ്ടായ ബെനിഫിറ്റ് ഒക്കെ അനുഭവിച്ച സാധാരണ ജനങ്ങൾ ഇവിടെയുണ്ട്. അവർക്കൊക്കെ തന്നെ ഇപ്പോൾ ഒരുതരം എന്താ പറയുക, നെഗ്ലിജൻസ് ആണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആ വിഭാഗത്തിലുള്ള ജനങ്ങൾ തന്നെ ഉന്നമനത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അധികാരിയായിട്ടിരിക്കുന്ന വ്യക്തി അതിനുവേണ്ടി എഫർട്ട് എടുക്കണം. അങ്ങനെ യാതൊരു രീതിയിലുള്ള സഹായ സഹകരണം പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതൊരു വസ്തുത. പിന്നെ ആട്ടിപ്പടയ്ക്കൽ, അതായത് ആർക്കൊക്കെ വോട്ട് ചെയ്യാൻ അധികാരമുണ്ടോ അവരെയൊക്കെ വിലക്കെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മെമ്പേഴ്സിനെ ഉൾപ്പെടെ പിടിച്ചങ്ങോട്ട് പുറത്താക്കിയത്. നല്ലൊരു നീക്കമാണ്. അല്ലാതെ അവിടത്തേക്ക് ആ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വേറെ ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങേര് മരിക്കണം. ഇങ്ങേര് ചത്ത ഇങ്ങേരെ മോൻ വരും, മോൻ ചത്ത മോൻ്റെ മോൻ വരും. അതൊരു കുടുംബ ട്രസ്റ്റാക്കി മാറ്റി വെച്ചിരിക്കുന്നു. ഇദ്ദേഹമോ ഇദ്ദേഹത്തിൻ്റെ തന്തയോ സമ്പാദിച്ച വസ്തുവകകളല്ല അവിടെ ഉള്ളത്. കുമാരനാശാനും നാരായണ ഗുരുവിനെയും ഒക്കെ അവരൊക്കെ ചെയ്ത നവോത്ഥാന പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേര് ഡൊണേറ്റ് ചെയ്ത വസ്തുവകകളാണ് അവർക്കുള്ളത്. അത് അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെടുന്ന ആ കാലഘട്ടത്തിൽ തന്നെ കോടിക്കണക്കിന് ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ തന്നെ എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ സമൂഹ ഉന്നമനത്തിന് അല്ലെങ്കിൽ അവരുടെ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ഉന്നമനത്തിന് ഉപയോഗിക്കാമെങ്കിൽ എത്ര നല്ലതാണ്. ഇപ്പോഴും യൂസുഫ് അലിയെ പോലുള്ളവരൊക്കെ ഡൊണേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്തെ കെടുകാര്യസ്ഥത എത്രത്തോളം വലുതാണ് എന്നുള്ളത് ചിന്തിക്കാൻ കോമൺ സെൻസ് മതി. പൊതുസമൂഹത്തിൻ്റെ സ്വത്ത് വെച്ചിട്ട് കുടുംബ ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്, അനുവദിച്ചു കൊടുക്കുന്നത് അവരുടെ കെടുകാര്യസ്ഥതയാണ്. അപ്പം അതിനൊരു തിരിച്ചടി എന്ന രീതിയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു വാർത്ത അത് മാത്രമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. ഈ വെള്ളാപ്പള്ളിയുടെ ബെൻസ് വരുമോ എന്തോ നമ്മളെ ഇടിച്ചു കൊല്ലാനായിട്ട്. നമ്മൾ കണ്ടാരി നമ്മളെവിടെയും പറയും. വെള്ളാപ്പള്ളി ആയാലെന്ത്, ആരായാലെന്ത്. ഇതും കൂടി ഒന്ന് കേൾക്കാം ചെറുതായിട്ട്. വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ഉത്തരവ് നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹർജി നൽകിയത് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ സാനുവസ്തരോടൊപ്പം തന്നെ സംരക്ഷണ സമിതി SNDP സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനും ചേർന്ന് നൽകിയ റിട്ട് പെറ്റീഷനാണ് ഹൈക്കോടതി പരിഗണിച്ചതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൽ ഉത്തരവ് പുറത്തു വരുന്ന ഘട്ടത്തിൽ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ പുറത്തു വരുന്നത് അനുസരിച്ച് വെള്ളാപ്പള്ളി നടേശന് തിരിച്ചടിയാണ്. അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിന്റെ വിധിന്യായം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ തിരിച്ചടി നേരിട്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം കോടതിയിൽ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ അനധികൃതമായി SNDP യോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൽ കമ്പനി ആക്ടുകൾ പാലിക്കുന്നില്ല. ഒപ്പം പല ആളുകളെയും അനധികൃതമായി വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ഹർജി നൽകിയത്. ആ ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങൾ കുറെ നാളുകളായി നൽകിയിട്ടുള്ള ഹർജിയാണ്. അതിലിപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നു. എന്ന മട്ടിൽ ശ്രീനാരായണ ധർമ്മ പ്രബോധന ട്രസ്റ്റ് ഒരു ഹർജി കൊടുത്തിരുന്നു. നമുക്ക് നേരത്തെ അറിയാവുന്ന ഹർജിയാണത്. അതല്ലാതെ ഈ ഹർജി എപ്പോൾ കൊടുത്തതാണ്, അതിന്റെ ഡെവലപ്മെന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കനത്ത ആഘാതത്തിലേക്ക് വഴിവെച്ചത് എന്താണ് വിഷ്ണു? വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ, അതായത് ഈ SNDP സംരക്ഷണ സമിതിയുടെ മുൻനിര പോരാളിയാണ് അദ്ദേഹം. സാനുമാസ്റ്റർ അടക്കമുള്ള ആളുകൾ ആ സമിതിയിൽ ഉണ്ടായിരുന്നു. അവരാണ് ഈ SNDP യോഗത്തിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ അതിൽ ചില അനധികൃതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ ഹർജി നൽകിയിട്ടുള്ളത്. ആ ഹർജിയിലാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.
പക്ഷേ എന്താണ് അതിലേക്ക് നയിച്ചത്, കോടതിയുടെ ഭാഗത്ത് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാനുള്ള കാര്യം എന്ത് എന്ന ഇതിലാണ് ഇപ്പോൾ വ്യക്തത വരേണ്ടത്. സ്വാഭാവികമായും ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവായിരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അത് ഡിവിഷൻ ബെഞ്ച് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അപ്പീലിലേക്ക് പോകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന തുടർ വിവരങ്ങൾ. അത്രയേ ഉള്ളൂ. അയാളുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ അപ്പീലുമായിട്ട് പോകും. പിന്തുടർന്ന് ഇതിനെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും. ആസ് യൂഷ്വൽ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആൾ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാത്തത് അവിടെയുള്ളവരുടെ സപ്പോർട്ടോട് കൂടി ഇരിക്കുന്നതല്ല, എല്ലാവരും വിലക്കെടുത്തതാണ്. വിരോധാഭാസം എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന SNDPയുടെ പൈസ കൊണ്ട് തന്നെയാണ് അതിനകത്തുള്ള ആൾക്കാരെ വിലക്കെടുത്തിട്ട് ഈ ആശാൻ കയറി അവിടെ കുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് ഇയാൾക്കുള്ളത്. ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന ഒരുത്തൻ. നാരായണ ഗുരുവിൻ്റെ എന്ത് ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു കാരണവശാലും അയാൾ ഇരിക്കാൻ പറ്റിയൊരു ചെയറേ അല്ല അത്. പിന്നെന്താണെന്നറിയാം, വയസ്സാകുമ്പോൾ ഒരു സോക്കേടാണ്. ഒരു ചെയർ അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ അതിൽ നിന്ന് ജമ്മത്തിറങ്ങത്തില്ല, അള്ളു പിടിച്ചണക്ക് കയറി കുത്തിയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എനിവേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.